കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കാലം മാറുകയാണ്. മാറുന്ന കാലം മാറാത്ത പോലീസ്. നമ്മൾ ഈ പോലീസിനെ കുറിച്ച്, നിയമപാലകരെ കുറിച്ച് എപ്പോഴും നമുക്ക് പരാതികൾ മാത്രമാണ് കേൾക്കാനുള്ളത്. ഒത്തിരി ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നമ്പർ 1 പോലീസായി മാറിക്കൊണ്ടിരിക്കുന്നു കേരള പോലീസ് എന്ന് നമുക്കറിയാം. പക്ഷേ ചിലർ മനുഷ്യൻ്റെ അഭിമാനത്തിൽ കയറി അങ്ങ് എന്താ പറയേണ്ടത്, അങ്ങനെ താളം പിടിക്കുന്ന ഒരു കാലമാണിത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റും, മനുഷ്യരെ അങ്ങ് അടിക്കുക, നിരപരാധികളെ പോലും ക്രൂരമായി മർദ്ദിക്കുക, അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ചില സംവിധാനങ്ങളും എവിടേക്കോ ഉണ്ടാകുക. നമ്മൾ വലിയ രീതിയിൽ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരിലും ആത്മാഭിമാനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. പണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ ഒരു മർദ്ദന ഉപകരണമായിരുന്നു. ആ രീതിയിൽ പോലീസിനെ പഴയ കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കാലം മാറിയപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്താലും അത് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. പണ്ടൊരു കാര്യം ചെയ്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ ഇന്നെന്താണ്, ആരെന്ത് ചെയ്താലും ആരെതിരെ സഞ്ചരിച്ചാലും കണ്ടുപിടിക്കുന്ന, കാണുന്ന, പതിയുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പോലീസിൻ്റെ കാടത്തരമൊക്കെ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും പറയാനുണ്ട് പോലീസിൽ നിന്നും നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ. സാധാരണക്കാർ പോലും പറയുന്നുണ്ട്, ആ പോലീസുകാരൻ എന്നോട് ഇങ്ങനെ പെരുമാറി, ഈ പോലീസുകാരൻ ഇത്ര മോശമായി പെരുമാറി. ആ രീതിയിലേക്ക് ഈ സേന മൊത്തത്തിൽ ഒരു രീതിയിൽ അപമാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹ മധ്യത്തിൽ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ? നമ്മളെ പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരാണല്ലോ. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്ന ഇത്തരം ക്രൂര കൃത്യങ്ങൾ, കാടത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. നേതാക്കൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? 3 പ്രമുഖരായ നേതാക്കൾ, ഇടതുപക്ഷത്ത് നിന്ന് CPIയുടെ നേതാവ് CP ഷൈജൻ, UDF-ൽ നിന്ന് ശ്രീ രാജീവൻ ഇളയാവൂർ, NDAയിൽ നിന്ന് BJPയുടെ നേതാവ് ശ്രീ N ഹരിദാസ്, 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ഷൈജനിൽ നിന്ന് തുടങ്ങിയാലോ? ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ കയ്യിലുമാണ്. ഇപ്പം ഈ കേൾക്കുന്ന, അറിയുന്ന, കാണുന്ന, ചിന്തിക്കുന്ന പോലീസിൻ്റെ അവസ്ഥ എന്താണ്? 1956 ഐക്യകേരളം ഉണ്ടായതിനു ശേഷം 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് CPIയുടെ ഗവൺമെൻറ് EMS മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി EMS ആയിരുന്നു. അന്നാണ് കേരളത്തിൽ ആദ്യമായി പോലീസ് സംവിധാനം എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്. തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും പോലീസ് സേനയെ നവീകരിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വിഷയം. അതിന് തുടക്കം കുറിച്ചത് 2008-2011 കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ പോലീസിനെ നവീകരിക്കാൻ, ജനങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുക, ഒരു ഗ്യാപ്പില്ലാതെ പോവുക എന്നുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഒരു പരിപാടിയും പദ്ധതിയും ആവിഷ്കരിച്ചപ്പോഴാണ് ജനമൈത്രി പോലീസ്. വീടുകളിൽ ആൾ വരുന്നു, ഓരോ കുറ്റകൃത്യങ്ങളെ അതാത് സമയം നേരിടാൻ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആ നിലയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൽ ആ നിലയിലുള്ള നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ടും പോലീസ് സേനയെ നവീകരിക്കുക. വീണ്ടും LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായിയാണ്. ഈ സന്ദർഭത്തിലും കോടിയേരി തുടങ്ങി വെച്ച പോലീസിലെ നവീകരണ പ്രക്രിയ ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഒരു സമൂഹത്തിൻ്റെ ആകെ നയിക്കേണ്ട, കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ അത് നയിക്കേണ്ട, അത് ഇല്ലായ്മ ചെയ്യേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ പോലീസ് സംവിധാനത്തിനാണ്. അങ്ങനെ വരുമ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്ന് മാത്രമല്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉണ്ടാകുന്നുള്ളൂ, അതാണ് ഇപ്പോഴും നടന്നിട്ടുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, പല ഘട്ടങ്ങളിലായി പോലീസ്, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭരണകൂടത്തിൻ്റെ ഒരു മർദ്ദനോപകരണമാണ് പോലീസ്. അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമല്ലേ? അത് ബൂർഷ സംവിധാനത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ പോലീസ്, ചില ആളുകൾ, എല്ലാവരും, സമൂഹം വ്യത്യസ്തമാണ്, സമൂഹത്തിൽ പുഴുക്കുത്തുകളുണ്ടാവും. തീർച്ചയായും ഈ പോലീസ് സേനയിൽ പുഴുക്കുത്തുകളുണ്ട്. അഴിമതി നടത്താനുള്ള ഒരു മാർഗമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് ഈ ഭരണത്തിലുണ്ട്. തിരിച്ചു വരാം. രാജീവൻ ഇളയാവോ, ഷൈജൻ പറഞ്ഞു നിർത്തിയത് പോലീസ് സേനയ്ക്കുള്ളിൽ പുഴുക്കുത്തുകളുണ്ട്, അഴിമതിക്ക് കളമൊരുക്കാൻ ഉള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമാണോ എന്ന് ഭരണകക്ഷിയിൽപ്പെട്ട അദ്ദേഹം തന്നെ സംശയിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും
സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സേനയാണ് പോലീസ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് നമ്മുടെ കേരള പോലീസ്. അത് പല ഘട്ടങ്ങളിലും അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഓരോ രീതിയിലുള്ള പോലീസ് സേന എന്നുള്ള പ്രവർത്തനം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള സേനയായി പോലീസ് സേന മാറുന്നു എന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പോലീസ് സേനയിൽ നിന്ന് കണ്ടുവരുന്ന അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പൊതുജനം മനസ്സിലാക്കുന്നത്. നിരപരാധികളായ ആളുകളെ, ഒരു തെറ്റ് ചെയ്യാത്ത ആളുകളെ, ഇനി തെറ്റ് ചെയ്ത ആളുകളെ പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാണ് പോലീസുകാരുടെ ഉത്തരവാദിത്വം. അവർ കൈകാര്യം ചെയ്യുകയോ അവർ മർദ്ദിക്കുകയോ അവർ മർദ്ദനമുറ പാലിക്കുകയോ ചെയ്യുന്നത് പോലീസിൻ്റെ രീതിയല്ല, ശൈലിയല്ല. പിന്നെ നേരെ സൂചിപ്പിച്ച പോലെ ഭരണവർഗത്തിൻ്റെ മർദ്ദന ഉപകരണമാണ് പോലീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറണം. അങ്ങനെ കൺസെപ്റ്റ് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭൂഷണമല്ല. ജനങ്ങളെ സേവിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുമായുള്ള നല്ല സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കി നാടിൻ്റെ അകത്ത് സമാധാനവും സൗര്യജീവിതവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സേനയായി പ്രവർത്തിക്കേണ്ട സേനയാണ് പോലീസ് സേന. അത് ഭരണവർഗത്തിൻ്റെ മർദ്ദന ഉപകരണമല്ല. ഭരണവർഗത്തിൻ്റെ മർദ്ദന ഉപകരണം മാറുന്നു എന്നതിന് തെളിവാണ് ഇപ്പം ഈ പ്രസൻ്റായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭരണവർഗത്തിൻ്റെ മർദ്ദനമുറ എന്ന് പറഞ്ഞാൽ അതുപോലും ഞാൻ സംശയിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നീതി ലഭിക്കാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഹൈജാക്ക് ചെയ്യുന്ന ഏതോ ഒരു ശക്തി ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഗവൺമെൻറ് അകത്ത് പോലീസിനെ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുന്ന, അവരെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന ഏതോ ഒരു പ്രബലമായ ശക്തി ഈ പോലീസ് സേന നിയന്ത്രിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് പോലും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ആളുകൾ പോലും അറിയുന്നു നമുക്ക് പോലും പോലീസ് സേനയിൽ നീതി ലഭിക്കുന്നില്ല, നീതി കിട്ടുന്നില്ല, നമുക്ക് ലഭിക്കുന്ന സാഹചര്യവും വല്ലാതെ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഈ സേനയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഉത്തരവാദിത്വം പ്രിയപ്പെട്ട ഷൈജനും അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. ആരാണ് നിയന്ത്രിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും സുരക്ഷിത ഒരുക്കേണ്ട ഒരു സേന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന 2023 നടന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം പോലെ മാറുന്നത്. നിങ്ങൾ നേരെ സൂചിപ്പിച്ച പോലെ പഴയകാലം പോലെയല്ല, ഇപ്പം എല്ലാം റിക്കാർഡിക്കലാണ്. എല്ലാം അത് പോലീസ് സ്റ്റേഷനിലുള്ള CCTV ഫൂട്ടേജ് കിട്ടുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഒരു കാര്യം അപൂർവമായിട്ടാണ് അത് അവർ അവിടെ നശിപ്പിക്കും, അല്ലെങ്കിൽ അതിന് റീസൺ കണ്ടെത്തി അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്ന നിരവധിയായ കേസുകളുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആ പ്രദേശത്തുള്ള വിഷയം ബന്ധപ്പെട്ടിട്ട് പോലീസ് ഇടപെടുമ്പോൾ എന്താണ് എന്ന് വിഷയം അന്വേഷിച്ചു എന്ന ഒരു അന്വേഷിച്ചാൽ അവനെ പിന്നെ അവനെ പോലീസോട് ചോദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ പാവപ്പെട്ട കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഭീകരമായ മർദ്ദനമുറക്ക് വിധേയമാക്കി അവസാനം ക്യാമറ ഇല്ലാ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മർദ്ദിച്ചു. അങ്ങനെ ഏറ്റവും നമ്മളൊരു സംസ്കാരം ഒരു കാരണവശാലും നമ്മുടെ ഈ ഇന്നത്തെ പ്രസന്റ് കാലഘട്ടത്തിനകത്ത് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കാത്ത രൂപത്തിൽ പോലീസ് സേന ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ആ ലെവലിൽ കാരണം പോലീസുകാർക്ക് നീതി ലഭിക്കില്ല. അവർക്ക് അതിലുള്ള പ്രത്യേക അജണ്ടകളുണ്ട്. അവരാരാണോ വിളിക്കുന്ന കൂട്ടർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സംവിധാനം മാറുന്നു. കാശ് ആരാണോ കൊടുക്കുന്നത് കാശ് കൊടുക്കുന്ന കൂട്ടർക്ക് അവരെ സേവിക്കുന്ന ഒരു സേനയെ പോലീസുകാരെ മാറുന്നു. ജനമൈത്രി പോലീസെല്ലാം കൊലമൈത്രി പോലീസായി മാറുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് പോലീസ് സേന മാറ്റപ്പെടുകയാണ്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ സേനയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ജനമൈത്രി പോലീസല്ല കൊലമൈത്രി പോലീസായി മാറി എന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനായിട്ട് ചവിട്ടി കൂട്ടിയ ഒരാളല്ല, എത്ര ആള് ചേർന്നിട്ട് ഇതിൽ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അഭിമാന ബോധം, സാക്ഷരതയിൽ നമ്പർ 1, എല്ലാ രംഗത്തും നമ്പർ 1 നമ്മളൊക്കെ ഇങ്ങനെ അടികൊള്ളുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു ഒരു പൊതുപ്രവർത്തനായ താങ്കൾക്ക്? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല പോലീസ് സേനയിലുള്ളത്. പണ്ടൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞവർ അത് അവരുടെ പ്രൊമോഷനായി CI SI DYSP വരെ ആവുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സമൂഹത്തിൽ. പക്ഷേ ഇപ്പോൾ പോലീസ് സേനയിലെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ എംടെക്കാണ്. ബിടെക് കുറവാണ്, എംടെക്കാണ്. എല്ലാം ഡിഗ്രിക്കപ്പുറത്താണ് പോലീസ് സേനയിലെ സാധാ പോലീസുകാരൻ പോലും.
പക്ഷേ ആ സാഹചര്യത്തിൽ പോലീസ് സേനയെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ഏറ്റവും നല്ല പോലീസ് സേനകളിൽ ഒന്നാണ് കേരളത്തിലെ പോലീസ്. കാരണം കുറ്റാന്വേഷണ വിദഗ്ധരാണിവർ. ആധുനിക കാലഘട്ടത്തെ എല്ലാ സംവിധാനമുള്ള കാലഘട്ടമാണ്, നമുക്കറിയാം. പക്ഷേ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ഇടപെടലാണ് പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്നത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാർ അവരുടെ അച്ചുതണ്ടായിട്ട് ഇവരെ ഉപയോഗിക്കുകയാണ്. പോലീസിൽ സ്വതന്ത്രമായിട്ടൊരു നീതി നിർവഹണം നടത്താനുള്ള ഒരു സാഹചര്യമില്ല കേരളത്തിൽ. അത് സ്വാഭാവികമാണ്. കാരണം അവർക്ക് രാഷ്ട്രീയം ആര് ഭരിക്കുന്നോ അവരുടെ ഇംഗിതത്തിന് പ്രവർത്തിക്കുന്ന ആളുകളും പ്രതിഷേധക്കാരെയും പ്രതിഷേധക്കാരെ മാത്രമല്ല എതിർ ചേരിയിലുള്ള ആളുകളെ മുൻകാലങ്ങളിൽ രാഷ്ട്രീയമായി ആക്രമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല ആക്രമിക്കുന്നത്. ഇപ്പം പോലീസ് സേനയിലെ ഇത്തരം ഗുണ്ടകളായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ, നമുക്കറിയാം, ഒരു കേരള യാത്ര നടന്നിരുന്നു. അവിടെയൊക്കെ നിശ്ചയിക്കപ്പെട്ട ആളുകൾ ആരാന്ന് ചോദിച്ചാൽ പോലീസ് സേനയിലെ ക്രിമിനൽ മനോഭാവമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രതികളായിട്ടുള്ള ആളുകൾ, അവരെയാണ് സിവിൽ ഡ്രസ്സിൽ നിശ്ചയിച്ചിട്ട് ഈ സമൂഹത്തിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത്. ഇപ്പം ഞാൻ 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടം എടുത്തു പോയി 27 കസ്റ്റഡി മരണങ്ങൾ. കസ്റ്റഡി മരണം എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ മർദ്ദിച്ച് അവശനാക്കി വിട്ടവൻ പോലും കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ലോക്കപ്പ് മർദ്ദനം. 27 ആളുകൾ ഈ 16 മുതൽ 24 വരെ 25 വരെയുള്ള കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്താ പറയുക, എനിക്ക് അനുഭവമൊക്കെ പോലെ അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച് ഞാനാണെന്ന് പറഞ്ഞു, കൊടിയ പീഡനം അനുഭവിച്ചു എന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഭരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളും ഇതൊക്കെ നടക്കുന്നത്. ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ ഒരു ഞങ്ങളൊക്കെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന കെ കരുണാകരൻ്റെ കാലത്ത് രാജൻ ഉരുട്ടിക്കൊന്ന രാജൻ ഉണ്ടായിരുന്നു. ആ രാജൻ്റെ അച്ഛൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഈ അടുത്ത സർക്കാരിന് എന്തിനാണ്? കരുണാകരൻ്റെ ഭീകരവാദ സമീപനം അവസാനിപ്പിക്കണം, കോൺഗ്രസിൻ്റെ ഭീകരവാദ സമീപനം അവസാനിപ്പിക്കണം. ലോക്കപ്പിൽ നേരത്തെ പറഞ്ഞ ജനമൈത്രി പോലീസ് എന്ന് സംവിധാനം വരുന്നതിന് മുന്നേ ലോക്കപ്പ് മർദ്ദനങ്ങൾ പോലീസിൽ നവീകരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പോലീസ് നവീകരിച്ചു, ഹൃദയശുദ്ധി വരുത്തി, ഹൃദയ വിശാലത വരുത്തി എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടര ഇവർ ഭരിക്കുമ്പോഴാണ് 27 ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ക്രൈം റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റലായി കേരളം മാറുന്നു. കാരണം അനുദിനം മാറിക്കൊടുക്കുക. ഓരോ വർഷവും റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചാൽ കൂടിക്കൂടി വരിക. അതുപോലെ സ്ത്രീപീഡനം നടക്കുന്ന സംസ്ഥാനം, കുട്ടികൾക്ക് രക്ഷയില്ലാത്ത സംസ്ഥാനം, ഇതൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുക. അവിടെയാണ് കേരളത്തിന്റെ പോലീസിന്റെ ഉള്ളിൽ തന്നെ ഒരു ക്രിമിനൽ മൈൻഡുള്ള കുറേ ആളുകൾ. ഇപ്പൊ പോലീസ് കണ്ടെത്തിയ നേരത്തെ പോലീസ് കണ്ടെത്തിയ 1000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആളുകളാണെന്ന് പറഞ്ഞിരുന്നു. അവരിന്നും സർവീസിലിരിക്കുന്നു. അവർ പിരിച്ചു വിട്ടോ? ഇല്ല, പിരിച്ചുവിട്ടിട്ടില്ല. ഒരാളെപ്പോലും പിരിച്ചുവിടുന്നത്. കാരണം ഈ അസോസിയേഷൻ ഉണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു ഇടതുപക്ഷ അസോസിയേഷൻ, കരുത്തരായിട്ടുള്ള ആളുകൾ, അവരെ പിന്തുണക്കാൻ ഭരിക്കുന്ന ആളുകൾ സഹായമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സംഭവങ്ങൾ തുടരുന്ന ഒരു സംശയവും വേണ്ട. ഒരു പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ പോകാം. സാധാരണക്കാരന് റോഡിൽ ഒരു സംഭവം ഉണ്ടായാൽ ഒരു പരാതി കൊടുക്കാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നേരത്തെ പറഞ്ഞു നീതി നിർവഹണം നടത്താൻ സ്വത്തിന്, എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവരാണ് എന്ന ഭാവത്തോടുകൂടി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോകുന്നത്. എന്നാൽ പരാതി കൊടുക്കുന്നവനെ അടിച്ച് കൊല്ലുന്ന ഒരു ലോക്കപ്പ് മുറികളായിട്ട് കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുക. ഷൈജ, പണ്ടത്തെ പോലീസിന്റെ കൊമ്പം മീശ, ചോരക്കണ്ണ്, കുടവയറ്, ഇതൊക്കെയുള്ളൊരു ഭീകര രൂപമായിരുന്നു. പോലീസിനെ കണ്ടാൽ ആളുകൾ വിറക്കുന്ന ഒരു കാലം നമ്മുടെയൊക്കെ ഓർമ്മയുണ്ട്. കുട്ടികളെ പോലീസ് മാമം വരുന്നത് പേടിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ മാറി ഇപ്പോൾ ഹരിദാസ് പറഞ്ഞ പോലെ എംടെക്കുകാരും എംഎഡുകാരും ബിരുദാനന്തര ബിരുദമുള്ള ആളുകളാണ് പോലീസ് സേനയിലുള്ളത്. മിക്കവാറും ഈ പോലീസ് ചീഫ്മാരൊക്കെ MBBS ഉണ്ട്, എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിവിൽ സർവീസ് എടുത്ത് വരുന്നത്. അങ്ങനെയുള്ള ഒരു സേനക്കുള്ളിലാണ് നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങൾ. ഇപ്പോൾ 10-12 പേരൊക്കെ ചവിട്ടി ഇങ്ങനെ ചൂടി എന്നിട്ടാണ് ഒരുത്തനെ ചവിട്ടി പണിയാക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു മനസ്സ് പോലീസ് സേനയ്ക്ക് ഉണ്ടാകുന്നത് ഈ പറയുന്ന സംരക്ഷകരുള്ളത് കൊണ്ടാണ്. അതിലൊന്നും കാര്യമില്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ കേരളത്തിലെ ഇന്ത്യയിലെ ക്രമസമാധാന പാലനത്തെക്കുറിച്ചെല്ലാം പരിശോധിച്ച സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യം നടക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലുങ്കാനയിലും. ഒപ്പം തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ള നിലയിൽ ഹരിദാസ് സൂചിപ്പിച്ചല്ലോ. സ്വാഭാവികമായ ആളുകൾ നീതി നിർവഹണം അത് കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പോലീസ് സ്റ്റേഷനിലും പരാതിയും കാര്യങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും കേസിൻ്റെ എണ്ണം വർദ്ധിക്കും. പക്ഷേ ഇതൊന്നും
ഒരു കേസും ഒരു കോടതിയും ഒരു പോലീസ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനമായ UP-ലും അതേപോലെ തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഉൾപ്പെടെ അവിടെയൊന്നും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പരാതിയായിട്ട് പോകുന്നില്ല. പോകുന്നില്ല എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങളില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത് UP-ലും അതേപോലെ തന്നെ ബീഹാറിലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന സംസ്ഥാനം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ തന്നെ പറയുന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഒരു സർവേ വന്നു. ആ സർവേയിൽ കേരളം 16ാമത്തെ സ്ഥാനത്താണ്. ഇപ്പോൾ നമ്മൾ 6ഓ 7ഓ സ്ഥാനത്താണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു എന്ന് മാത്രമല്ല, ആളുകൾക്ക് പരാതി ഉണ്ടായാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ബോധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഹരിദാസ് പറഞ്ഞതുപോലെ പോലീസ് സേനയിൽ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം ക്രിമിനൽ പ്രവർത്തനം നടക്കുകയാണ്. ഈ കേരളത്തിലെ പോലീസ്, കേരളത്തിൽ നിരവധിയായ കേസുകൾ, തെളിയിക്കപ്പെടാത്ത നിരവധി കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിയാടി, പോലീസ് സംവിധാനം ആകെ ഉണർന്നില്ലേ? ജനങ്ങളെ ഉണർത്തി. പോലീസ് സേന ഉണർന്നു, നാട്ടുകാരും ജനങ്ങളും ഉണർന്നു. സ്വാഭാവികമായും അത് ആ കുറ്റവാളിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നില്ല, കേരളത്തിലെ ഇന്നത്തെ പഴയ പോലീസ് പണിയെടുക്കണമായിരുന്നു, ഇന്നത്തെ പോലീസ് അതെല്ലാം സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട്. സ്വാഭാവികമല്ല, അത് നല്ലതല്ലേ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന്. ഇപ്പോ ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടല്ലേ ഈ നമ്മുടെ ഇപ്പൊ ഏറ്റവും നടന്ന കുന്നംകുളത്ത് നടന്ന സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പൊ സ്വാഭാവികമായും പഴയകാലത്ത് ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര സമരങ്ങൾ നടന്നു. ആ സമരങ്ങൾ, മുത്തങ്ങ സമരം ഓർമ്മയുണ്ടല്ലോ. AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, വെടിവെച്ച് കൊന്നില്ലേ? കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ LDF ഭരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ മാറാട് കലാപം നടന്നു. മാറാട് കലാപത്തിന്റെ സമയത്ത് ആരാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്? അങ്ങനെ വർഗീയ കലാപങ്ങൾ ഉൾപ്പെടെ UDF കേരളത്തിൽ അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പൊ രാജീവനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ മാറാട് കലാപവും മുത്തങ്ങ സംഭവം ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ്. മാറാട് കലാപം എന്താണെന്ന് അത് പരിശോധിക്കുന്ന നമുക്ക് വ്യക്തമായ ബോധ്യമുള്ള സംഗതിയാണ്. ഈ കലാപങ്ങൾ വരുമ്പോൾ ആ കലാപങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് ആ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളെ വെടിവെച്ച് ഞാൻ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞത് ഇപ്പൊ അഞ്ചാളെ പിന്നെ കുത്തുപറമ്പ് ഏത് മുഖ്യമന്ത്രി, ഏത് ആഭ്യന്തരമന്ത്രി, അങ്ങനെ അത് സമരത്തിന് മുമ്പിലാണ് ചെറുപ്പക്കാരെ വെടിവെച്ചോളൂ. 5 ആളെ വെടിവെച്ച് കൊല്ലാൻ അന്ന് ഉത്തരവിട്ട പോലീസ് ഓഫീസർ ഇന്ന് എവിടെയാ ഉള്ളത്? 5 ആളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട പോലീസ് ഓഫീസർ ഇന്ന് DGP-യാ. ഇന്നാരാ ഭരിക്കുന്നത്? ഞങ്ങളാണ് ചെയ്തത് നിങ്ങൾ പറയുന്നത്. അല്ല, പോലീസ് ഓഫീസർ അന്ന് ആ പോലീസ് ഓഫീസറെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഇന്ന് ആ പാർട്ടി സംസ്ഥാനം ഭരിക്കുമ്പോൾ പോലീസിന്റെ ഉന്നതാധികാര മേധാവിയായി അദ്ദേഹം നിയമിക്കുമോ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയം എന്താ നിങ്ങൾ മനസ്സിലാക്കുക? അല്ല, ഈ UDF-ന്റെ കാലത്തായിരുന്നു സെൻകുമാർ DGP ആയിരുന്നത്. UDF-ന്റെ കാലത്തായിരുന്നു സെൻകുമാർ DGP ആയത്. സെൻകുമാർ ഇപ്പൊ ഏതിന്റെ കൂടെയാണ് നിൽക്കുന്നത്? സ്വാഭാവികമായി ഉണ്ടായ സംഭവത്തിനപ്പുറത്തേക്കല്ല ഇന്നത്തെ പോലീസ് പോകുന്നത്. അങ്ങനെയല്ല. ഒരു സംഘർഷം ഉണ്ടായിട്ട് ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇവർ ചർച്ച നടത്തേണ്ട കാര്യമില്ല. ഇതൊരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണോ? ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇത് സംഭവിക്കുന്നത് ഇതിന്റെ മോന്തായം വളഞ്ഞാൽ 64 പണി. മോന്തായം വളഞ്ഞെങ്ങനെയാണ്? മോന്തായം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? അദ്ദേഹം നടത്തുന്ന നവകേരള സദസ്സ് നടത്തിയല്ലോ. ജനാധിപത്യ സംസ്ഥാനമാണ്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷത്തിൻ്റെ ആൾ നടത്തിയ പോലെ സമരങ്ങളും സമരാഭാസങ്ങളും കേരളത്തിൽ ഒരു രാഷ്ട്രീയം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ ഒരു പ്രതിഷേധം നിസ്സാരമായിട്ടുള്ള ഒരു സൈഡിൽ നിന്നൊരു കരിങ്കൊടി കാണിച്ച പ്രതിഷേധത്തിനെതിരെയാണ് ചെടിച്ചട്ടിയും അതുപോലെ ഹെൽമറ്റും എടുത്ത് തലക്കടിച്ച് കൊല്ലുമ്പോൾ തലക്കടിച്ച് ആ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ചെയ്യുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി. തീർച്ചയായും മുത്തങ്ങ സംഭവത്തെ തുടർന്ന് കണ്ണൂർ SP ഓഫീസിൽ നടന്ന മാർച്ച് ഇത് കിട്ടുന്ന
ഇത് കിട്ടുന്ന മെസ്സേജ് ആർക്കാ? പോലീസുകാർക്കാ. അതുകൊണ്ടാണ് ആ പോലീസുകാർക്ക് പിന്നെ പോലീസിന്റെ സമ്മേളനത്തിലും പോലീസിന്റെ എല്ലാ മീറ്റിംഗിലും പോയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ക്രിയാത്മകമാണ്. പറയുമ്പോ പോലീസ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് തെളിയിക്കുന്ന കുറെ സംഭവ വികാസങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിങ് ഏറ്റവും നല്ല പോലീസിങ് കേരള പോലീസ് തന്നെയാണ്. നിങ്ങൾ നല്ല കുറേ റിസൾട്ട് പല സംഭവങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സേനയാണ്. ചില സമയത്ത് സ്കോട്ട്ലൻഡ് പോലീസിനോട് വരെ കേരള പോലീസിനെ ഉപമിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ആ രീതിയിലുള്ള വലിയ മികച്ച പ്രവർത്തനം നടത്തുന്ന പോലീസാണ്. ആ പോലീസ് അങ്ങനെ മൊത്തം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതല്ലേ പറഞ്ഞു, സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സേനയിലുണ്ട്. പക്ഷെ അവർക്കൊന്നും നീതി നിർവഹണം നടത്താൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. എന്താണ്? അവരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവരായ അന്വേഷണം ഭരണകക്ഷിക്ക് വിരുദ്ധമാണെങ്കിൽ, അവർ പറയുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അവരെ മനോവീര്യം തകർക്കുന്നു. ഇതാണ് പോലീസ് സേനയുടെ അർത്ഥം. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചാൽ നീതി നിർവഹണം നടത്താൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഭരണകക്ഷിയുടെ ഇംഗിതത്തിനനുസരിച്ച് 80% അവർ പറയുന്നതും 20% പൊതുജനം പറയുക. ഞാൻ 80% അവർ പറയുന്നതനുസരിച്ചും 20% പൊതുജനത്തിന്റെ അഭിപ്രായം മാത്രമേ കേൾക്കണ്ടൂ എന്നാണ് ഉദ്യോഗസ്ഥ മേധാവികൾ പറയുന്നത്. കാരണം അവരെ കൂച്ചു വിലങ്ങിടുക, കൈ വിലങ്ങിടുക. യാഥാർത്ഥ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, അത് ആരോപണമല്ല, യാഥാർത്ഥ്യമല്ലല്ലോ. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. കേരളീയ BJP അങ്ങനെ ചെയ്യുന്നില്ല. BJP ഇവിടെ ചെയ്യുന്നു. BJP ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, BJP ഗുണ്ടാരാജ് പൂർണ്ണമായി ഒഴിവാക്കി. ആയിക്കോട്ടെ, ബുൾഡോസർ എന്തുകൊണ്ടാ, എങ്ങനെയാണ് സമ്പാദിച്ച ബുൾഡോസറിലൂടെ? ബുൾഡോസർ വെച്ചിട്ടുള്ളത് എവിടെയാന്ന് പറഞ്ഞാൽ ഒരു നീതിക്കും കീഴടങ്ങാതെ പൊതുസ്ഥലങ്ങൾ പോയിട്ട് ബിൽഡിംഗ് വെക്കുക. എവിടെ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട്? ഈ സമൂഹത്തെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയ പൈസ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ വലിയ ഗുണ്ടകൾ. ആ ഗുണ്ടകൾ, അത് അവർക്ക് മതമില്ല, അവർക്ക് രാഷ്ട്രീയമില്ല. ആ ഗുണ്ടകൾ ആരാണോ, അവർ സൗരജീവിതം തകർക്കുന്ന ഗുണ്ടകൾ, അവർ അവിഹിതമായി ഉണ്ടാക്കിയ ഭൂമി, ഉണ്ടാക്കിയ പൈസ ഈ പറയുന്ന നിയമങ്ങളൊന്നും കാറ്റിൽ പറത്തി ഈ പൊതുസ്ഥലങ്ങളിൽ ബിൽഡിംഗ് എടുത്തപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അത് സ്വാഭാവികം. അവിടെ എല്ലാവരെയും പൊളിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക മതവിഭാഗത്തൊന്നുമല്ല. അങ്ങനെ നടപ്പിലാക്കിയോണ്ടാണ് ഇപ്പോൾ അവിടെ നീതി നിർവഹണം കാര്യമായി നടക്കുന്നത്. അവിടെ എന്താണ് സ്വൈര്യമായ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. അവിടെ അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് BJP ഇത്ര മുന്നേറി? അങ്ങനെയാണെങ്കിൽ BJP മുന്നേറാമായിരുന്നു? ഇല്ല. BJP ജനങ്ങൾ നിങ്ങൾ BJP മുന്നേറുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്. BJP വളരുന്നത് എന്തുകൊണ്ടാണ്? BJP വളരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ഒരാളാണ്. ഒരു വിവരമില്ലാത്ത, ഞാനങ്ങനെ പറഞ്ഞല്ല, ഒരു വിവരമില്ല, അടിസ്ഥാനമില്ലാത്ത ആരോപണം പറയുന്ന രാഹുൽ ഗാന്ധി ഇരിക്കുന്ന BJP അടിസ്ഥാനമില്ലാത്ത ആരോപണം പറയുന്ന രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്ന കാലത്തോളം BJP വളരുന്ന ഒരു ഒരു പഞ്ചായത്തില് എന്റെ സമയം ഞാൻ പറയാം. കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. എവിടെ ഉണ്ടാക്കി? ഞങ്ങൾ അതല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ബീഹാറിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഓൾ ഇന്ത്യയിൽ നടപ്പിലാക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിനാ വെപ്രാളം? എന്തിനാ വെപ്രാളം? അങ്ങനെ അനധികൃതമായി വോട്ടുണ്ടെങ്കിൽ ഇവർക്കല്ലേ വെപ്രാളം? നിങ്ങളെ കോടതി പോകുന്നത്. അല്ലല്ല, ഞാൻ ഏറ്റവും വലിയ പോലീസ് അതിക്രമം നടക്കുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യ സംസ്ഥാനത്ത് ഇപ്പൊ ഇല്ല ചേട്ടാ. ഞാൻ അതുകൊണ്ട് പറയാം, ഇതിവിടെ ഞാൻ നിങ്ങൾ പറയുമ്പോൾ കൂടുതൽ ഇടപെടില്ല. നിങ്ങൾ ഒന്നോ രണ്ടോ വാക്ക് പറയും. പക്ഷെ ഞാൻ അതല്ല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇന്ന് പറയും ഇവരിപ്പോ ഒരു മുടന്ത ന്യായം പറയാ. കാരണം ഇവരാരും പരാതിയായിട്ട് കേരളത്തിൽ ആരും പോണ്ടാന്ന് ഇവര് നിങ്ങൾ ഉത്തരേന്ത്യ പോയ പോലെ നിങ്ങൾ അവിടെ ഉത്തരേന്ത്യയിൽ നടക്കുന്നവർ ഇവിടെ നടക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലെ കാര്യം ഞങ്ങൾക്കറിയാലോ. ഞാൻ ഷൈജിന് ഒരു ഉത്തരേന്ത്യ പോയിട്ട് ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഭയം ഉണ്ടായിട്ടുണ്ടോ? കന്യാസ്ത്രീകൾ പരാതി കൊടുത്തു. അവിടെ കന്യാസ്ത്രീകളെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഇവിടെ വിട്ടു.
എന്താ ഇടപെട്ട കാരണം? ന്യായമുണ്ട്. അവിടെ ഇതേ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന പോലീസിലെ ചില ഒരു വിഭാഗം എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, പോലീസ് നല്ലവര് അല്ലാതെ കേസൊക്കെ ഇപ്പൊ കേസ് വിടണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്, കേസ് വെച്ചാണ് കേസ് വിടണം എന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഈ കേരളത്തിൽ ഈ പറയുന്ന നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് സ്വൈര ജീവിതം ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന രമണ ചന്ദ്രശേഖരന്റെ കാര്യത്തിലേക്ക് എടുക്കാം. ഇപ്പൊ വന്നല്ലോ DGP ആയി വരുന്ന മുമ്പിട്ട് എന്റെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഇവരുടെ നാട്ടിൽ ASP ആയിരുന്നു. 4 സഖാക്കളെ പിടിച്ചുകൊണ്ടുപോയപ്പോ ഈ ശൈലം താമസിക്കുന്ന തൊട്ടപ്പുറത്തുള്ള ഞാൻ പറഞ്ഞുതരാം, ഉക്കണ്ടന്റെ വീടിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ താമസിച്ചിരുന്നു. ആ ട്രാൻസ്പോർട്ടിന്റെ തൊട്ടടുത്ത വീട്. അദ്ദേഹം ഡ്യൂട്ടിക്ക് പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യനെ ബെല്ലടിച്ച് വിളിച്ചിട്ട് ഉടുതുടി പൊന്നിച്ച് കാണിച്ചു കൊടുത്ത സഖാക്കള 4 പേരാ. 4 ഇന്നത്തെ DGP അന്നത്തെ ASP അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് ഇന്നും ആ തൊണ്ടുകൊണ്ട് അടികൊണ്ട് കിടന്നുപോയ ആളുകളുണ്ട്. കുട്ടിമാക്കൂല് ഇല്ലാന്ന് ശൈലന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഞാൻ പോലീസ് ചെയ്യുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ സാധിക്കും. സത്യസന്ധമായ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് ഭയപ്പാട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവൻ പ്രതിയായി മാറുന്നു. ഷൈജ, ഈ പറയുന്നതിൽ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് അവിടെ നിൽക്കട്ടെ, കേരളം പോലുള്ള ഒരു ഇത്ര അഭ്യസ്തവിദ്യരായ മനുഷ്യരുള്ള സംസ്ഥാനത്താണ് ഈ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭരണ പരാജയം തന്നെ അല്ല, അങ്ങനെയൊന്നുമില്ല, ഒറ്റപ്പെട്ട സംഭവമാണ്. ക്രൈം റെക്കോർഡ് ബ്യൂറോയില് ക്രമസമാധാന പാലനത്തിൽ 4, 5, 6 സ്ഥാനത്ത് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഒറ്റപ്പെട്ട ഇപ്പൊ സെൻകുമാർ ഇപ്പൊ BJP നേതാവല്ലേ, BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളല്ലേ, അദ്ദേഹം DGP ആയിരുന്ന സമയത്തല്ലേ ഒരു പോലീസുകാരന്റെ കോളർ പിടിച്ച് പൊക്കിയെ. അപ്പൊ പോലീസ് സേനയിൽ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി ആളുകളുണ്ട്. അവരെ ശുദ്ധീകരിക്കണം, കർശനമായ നടപടി എടുക്കും. ഇപ്പൊ 4 ആളെ സസ്പെൻഡ് ചെയ്തു, തുടർന്ന് അവരെ പുറത്താക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യം ആഭ്യന്തരം അത്ര കുഴപ്പം. ഈ ആഭ്യന്തരം ശരിക്കും ഇപ്പം പ്രധാനമായിട്ട് വരുന്ന ഒരു ആരോപണം, മുഖ്യമന്ത്രിക്ക് പോലും റോളില്ല എന്നാ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, മുഖ്യമന്ത്രിക്ക് റോളില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ ചീഫാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചീഫാണ്. മുഖ്യമന്ത്രിക്കുള്ള റോളുണ്ട്, മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ റോളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിനും റോളുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ നിലയിൽ LDFന്റെ ഒരു നയമുണ്ട്, പോലീസ് നയം. ആ പോലീസ് നയം നടപ്പിലാക്കുക എന്നുള്ളതാണ് LDFന്റെ പോലീസ് നയമാണ്. ആ പോലീസ് നയം ജനാധിപത്യ അല്ല, അത് വേറൊരു സംഭവമല്ലേ, അത് വേറൊരു സംഭവമല്ലേ, അത് വേറൊരു സംവിധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്ഷേപമുണ്ട്. അവരെ തിരുത്തിക്കുക എന്നുള്ളതാണ്. തിരുത്താൻ പറ്റുന്നുണ്ടോ? തിരുത്താൻ പറ്റുന്നുണ്ടല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ സ്ഥാനത്തിരിക്കുന്ന ക്രമസമാധാന പാലന സേനയിൽ നിന്ന് സംവിധാനത്തിൽ നിന്ന് മാറ്റി വേറെ അങ്ങനെ നിന്നല്ലോ, അങ്ങനെ മാറിയല്ലോ, മാറ്റാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായും ഹാപ്പിയാണ്. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളില്ല. CPI-ൽ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തകരോ അല്ല, ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. CPI-ൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി അത്തരം ക്രിമിനൽ സ്വഭാവം സാധ്യതയുണ്ട്. സ്വാഭാവികല്ലേ, ഒരു സമൂഹത്തിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ, അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ CPI സംരക്ഷിക്കുന്ന നിലപാടേ ഇല്ല, സംരക്ഷിക്കപ്പെടില്ല. പോലീസ് സേനയിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന അഭിപ്രായമാണ്. സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന വിഷയം പോലീസിന്റെ നരനായാട്ടിനെ പറ്റിയ, പോലീസ് ലോക്കപ്പ് വർദ്ധനത്തെ പറ്റിയ, പോലീസ് ഹരിദാസൻ CPI-ന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയല്ലല്ലോ. എല്ലാ പുറത്തു വരുന്ന ന്യൂസ് ശരിയാണെന്നുണ്ടാ. BJP-യെ കുറിച്ച്, പോലീസിനെ കുറിച്ച് യാതൊരു വിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിലെ
പോലീസ് സംവിധാനത്തെ കുറിച്ച് ഒന്ന് ഞങ്ങൾക്ക് യാതൊരു വിമർശനവുമില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾ ഇത് ഊതി ഊർപ്പിക്കുക, നേരത്തെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള അതേ സംവിധാനം ഇപ്പൊ പോലീസിൽ ഒരു ചെറിയ സംഭവം അത് മാധ്യമങ്ങൾ രാജീവ് പറഞ്ഞിട്ട് പ്രതിനിധിയല്ലേ പ്രിയപ്പെട്ട ഷൈജനി ന്യായീകരിച്ചേ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികളെല്ലാം ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേനയ്ക്കെതിരെയുള്ള അതിശക്തമായ വിമർശനം പോകുന്ന ആളുകളാണ്. ആർക്കും നീതി കിട്ടുന്നില്ല. നീതി കിട്ടുന്നത് ചെറിയ ചില വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ആ വിഭാഗം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം നിയന്ത്രിക്കുന്ന മറ്റേതൊരു ഭാഗ്യശക്തികളുടെ ആ ഭാഗ്യശക്തി ഞാൻ ഭാഗ്യശക്തി ഞാൻ ഉദ്ദേശിക്കുന്നത് പേര് പറഞ്ഞു ഞാൻ എന്ന് പറയുന്നത് വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ്. തീരുമാനിക്കേണ്ടത് ഭരണകൂടം. കാരണം ഈ വിഷയം വന്നിട്ട് എത്ര ദിവസക്കാലം കേരളത്തിലെ മുഴുവൻ ആളും ചർച്ചപ്പെടുക. ഒരാൾ പോലും ഇത് മുഖ്യമന്ത്രി ഇന്ന് വരെ ഒരു കമന്റ്സ് പറഞ്ഞിട്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ നടന്ന സുജിത്ത് എന്ന് പറയുന്ന ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെതിരെയുള്ള ഈ വിഷയം വന്ന ശേഷം മുഖ്യമന്ത്രി ഇന്ന് വരെ ഒരു അക്ഷരം ഉരിയാടിയില്ല. ഇപ്പൊ അവർ നടപടി എടുത്തു പറഞ്ഞില്ലേ, ഒരു സസ്പെൻഷൻ അല്ല ഇതിന് ആവശ്യം. ഇത് പരാതി മുന്നേ കൊടുത്തിരുന്നു ഈ കുട്ടി. ആ പരാതി കൊടുത്തപ്പോ അന്വേഷിച്ചിരുന്നു ഇവരെ പോലീസ്. അന്വേഷിച്ചപ്പോ അവർക്കെതിരെ സ്ഥലമാറ്റം കൊടുത്ത് അവസാനിപ്പിച്ചു. പക്ഷേ ഈ കേസിനകത്ത് കൃത്യമായി പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് ഈ കുട്ടി മുന്നോട്ട് പോയി. ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള വർഗീസ് അടക്കുലാൾ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV ഫൂട്ടേജ് ലഭിക്കുന്നതും. ഈ ഞാൻ ചോദിക്കട്ടെ, എത്ര കേസുകളുടെ ഇതുപോലത്തെ സുപ്രീം കോടതി വിധി എല്ലാ സംസ്ഥാനം നടപ്പിലാക്കി. ഇപ്പൊ ഇവര് കേസ് തേച്ചു വായിക്കാൻ വേണ്ടി ഈ 5 പോലീസുകാരെന്ന് പറഞ്ഞ പോലീസുകാർ 20 ലക്ഷം രൂപ ഓഫർ ചെയ്തു ആ കുട്ടി പറഞ്ഞില്ലേ. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ അവിഹിതം നടക്കുന്നത് പോലീസ് സേന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് രാഷ്ട്രീയവൽക്കരിക്ക് ഈ 9.5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയമായ സംവിധാനം മാറി. ജനങ്ങൾക്ക് ഷൈജൻ ഘടകകക്ഷിയാണ്, പ്രബലമായ കക്ഷിയാണ്, കേരളത്തിലെ ഭരണകക്ഷിയിലെ രണ്ടാമത്തെ ഒരു പ്രബല കക്ഷിയാണ്. ഷൈജൻ സ്വാഭാവികം ന്യായീകരിച്ച. പക്ഷെ ഷൈജനോട് ചോദിക്കട്ടെ, ഷൈജൻ ഈ പറയുന്ന പോലീസ് രാജ് ശരിയാണ് എന്ന് പറയുന്ന ഒരാളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതെന്താ കൊല്ലത്തുള്ള ലോക്കൽ സെക്രട്ടറി സജീവന് മനസ്സിലാവാൻ ഇന്നലെ സജീവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തല്ലോ. സജീവ് ഇന്നലെ ഒരു വലിയ കേരളത്തിലൊരു മീഡിയ സജീവൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തിനാ 4 സഖാക്കൾ വന്നിട്ട് പറഞ്ഞിട്ട് ആ മീഡിയ തടസ്സപ്പെടുത്തിയിട്ട് പറയുന്നത് എന്താ, ഇത് പറയാൻ ഇയാൾക്ക് അനുമതിയില്ല, അർഹതയില്ല, ഇതിന് മുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പാർട്ടി അനുമതി വേണം പറയണ്ടിക്കൽ. അപ്പൊ ഷൈജന് മനസ്സിലായ കാര്യം എന്തുകൊണ്ടാ സജീവന് മനസ്സിലാവാന്? ഷൈജന്റെ അനുഭവമല്ല സജീവൻ ഉണ്ടായിരുന്നത്. സജീവൻ ഒരു ഭരണകക്ഷി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാ. അദ്ദേഹം ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ പോയി ചുമരോട് ചേർത്ത് പിടിച്ചില്ലേ സജീവനെ കുഞ്ചക്കൂത്തിയിട്ട്. എന്താ പോലീസിന്റെ നടപടി എന്തായിരുന്നു? അവിടെയാണോ ഷൈജൻ ആ പോലീസിനെ ന്യായീകരിക്കുന്നത്? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഷൈജൻ പറയുന്ന ഈ 2016 ശേഷമുള്ള ഒരു കണക്കെടുത്ത 2017 വിനായകൻ കൊല്ലപ്പെട്ടു അല്ലേ? ഇല്ലേ? 2018 മാരാപ്പുഴയിൽ ശ്രീജിത്ത് കൊല്ലപ്പെട്ടു. 2019 ജൂൺ 12 രാജ്കുമാർ കൊല്ലപ്പെട്ടു. 2020 വിയൂറിൽ ഷമീർ കൊല്ലപ്പെട്ടു സെപ്റ്റംബർ 29. 2020 വടകര സജീവം കൊല്ലപ്പെട്ടു. 21% വർധനവും വർധനവും കൊലപാതകവും കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തിരിയുന്നില്ല. കേരളത്തിന്റെ ക്രൈം റിപ്പോർട്ട് ക്രമാതീതമായ വർധനമാണ്. പണ്ട് കേരളം നമുക്ക് അഭിമാനമായിരുന്നു. നമ്മൾ പറയും മാവേലി വന്ന നാട്, മാവേലി സത്യസന്ധതയുടെ നാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭ്യസ്തവിദ്യരായ നാടാണ്, ഹൃദയശുദ്ധിയുള്ളവരുടെ നാടാണ്, ക്രൈം കുറഞ്ഞൊരു നാടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ക്രൈം ഏറ്റവും കൂടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായി കേരളം മാറ്റിയത് ഈ ഭരിക്കുന്ന ഭരണകക്ഷികൾ തന്നെയാണ്. അവരുടെ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ടാണ്. നിങ്ങൾ നിഷ്പക്ഷമായി പോലീസിന് വിടൂ, നിങ്ങൾ പോലീസിന് വിടൂ, നിങ്ങൾ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന മുഖ്യമന്ത്രി അല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി ഒരു കമാന്നൊരു അക്ഷരം പറഞ്ഞോ ഈ സംഭവത്തിന് ശേഷം? ഞാൻ ചോദിക്കും, ലോക്കപ്പ് മർദ്ദനം ഒന്നൊന്നല്ല, കോൺഗ്രസിന്റെ നേതാവിന്റെ ലോക്കപ്പ് മർദ്ദനമല്ല. മെഞ്ഞാന്ന് തൃശ്ശൂരിന്റെ ചിപ്പി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു
അല്ലേ? ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മാനേജറെ അടിക്കുന്ന ഒരു രംഗം മനുഷ്യന്റെ നേരെ അല്ല, കയറുക. അല്ല, ഇതൊന്നും ഞാൻ പറയട്ടെ. യുപിയിൽ വരില്ല, വെളിച്ചത്തിൽ വരില്ല. യുപിയിൽ ഇതൊന്നും കാണില്ല. പറഞ്ഞോട് ചെയ്യാം. അപ്പോ ഞാൻ പറഞ്ഞത് ഹോട്ടൽ ഹൗസ് സേഫ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന് നീതി കിട്ടാൻ ചിപ്പിയിൽ പോലീസ് സ്റ്റേഷൻ പീച്ചി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവർക്ക് നീതി കിട്ടിയോ? എന്താ 5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചിട്ട് 3 ലക്ഷം SI കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയായിട്ട് CCTV പുറത്തു വന്നപ്പോഴല്ലേ ഇവർ ഉണർന്ന്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലീസ് നല്ലതാണെന്ന് നമുക്കെല്ലാം പറയാം, ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ. ഇപ്പം ഹരിശങ്കർ എന്ന് പറഞ്ഞ SP പറഞ്ഞ ഇപ്പോഴാണ് ഞങ്ങൾക്ക് 2 വർഷത്തിന് ശേഷമാണ് എന്ത് വിവരാഷ്പ്രകാരം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സത്യമാണല്ലോ, 2 വർഷത്തിന് ശേഷം. ഈ 2 വർഷം മേലുദ്യോഗസ്ഥന്മാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ, മേലുദ്യോഗസ്ഥന്മാർ ആരെയാ സംരക്ഷിച്ചത്? മേലുദ്യോഗസ്ഥന്മാരെ കണ്ടില്ലോ? കേരള പോലീസിലെ മേലുദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടില്ല? ആഭ്യന്തര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ? മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടാവില്ലേ? CCTV ദൃശ്യങ്ങൾ? എന്തുകൊണ്ട് ഒരു നടപടിയെടുത്തില്ല മുഖ്യമന്ത്രി? എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി കൊടുത്തില്ല? ഈ പറയുന്ന പോലീസുകാരന്റെ ഈ ചെയ്തികളൊക്കെ 2 വർഷത്തിന് ശേഷം വിവരാശ്വര രേഖ പുറത്തു വന്നപ്പോഴാണ് ഈ 2 വർഷം ഉദ്യോഗസ്ഥന്മാർ ഇത് മൂടി വെച്ചു. ആരെ സംരക്ഷിക്കാൻ? എന്നിട്ട് ചില ആളുകൾ പോസ്റ്റ് ഒട്ടിക്കുമ്പോ ആ പോസ്റ്റ് പറിച്ചാണ് ഏത് ഉദ്യോഗസ്ഥനാ പോയത്? ഈ സേനയിലെ ഉദ്യോഗസ്ഥന്മാരെ അവരെ കൂടെയുള്ള ആളെ സംരക്ഷിക്കുന്ന ഒരു സേനയാക്കി ഈ കേരള പോലീസിനെ മാറ്റി. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. സാധാരണ ഈ മനുഷ്യർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഏതെങ്കിലും ആളെയൊക്കെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ പോകും, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താവുമായിരുന്നു. ഇപ്പോൾ CCTV വരണം പുറത്താകണമെങ്കിൽ. ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രാദേശിക നേതൃത്വങ്ങളുടെയൊക്കെ ഇടപെടൽ ഇപ്പോൾ പോലീസിലുണ്ടോ? അനീതി നടന്നാൽ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇപ്പം സാധിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലീസ് സ്റ്റേഷൻ ഭരിക്കുക. നിങ്ങൾ നേരത്തെ ഇവരൊക്കെ അങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തിനകത്ത് കുറ്റവാളികളെ സംരക്ഷിക്കുക എന്ന നിലപാടല്ല. എല്ലാം കുറ്റവാളികളല്ലല്ലോ. നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രവർത്തകർക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കണല്ലോ. സാധിക്കുന്നുണ്ടല്ലോ. ഹരിദാസനൊക്കെ പോകുന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ? പോകുന്നുണ്ട്. പിന്നെ ഹരിദാസെല്ലാം നോക്കണ്ട്. പക്ഷേ കുറ്റവാളിയെ സംരക്ഷിക്കാനല്ല രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത്. എല്ലാവരും കുറ്റവാളികളാണോ? അല്ല, നിരപരാധികളെ ചിലപ്പോ നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടും. അതിന്റെ സാഹചര്യം ഉണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഹരിദാസനും രാജീവനും എല്ലാം പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ. നെഞ്ചത്ത് കൈ വെച്ച് പറ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ വിളിക്കാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരേ സ്ഥാനമാണ് നൽകുന്നത്. പോലീസിന്റെ കാര്യത്തിൽ, സ്റ്റേഷന്റെ കാര്യത്തിൽ ഭരണകക്ഷിക്കുള്ള അതേ സൗകര്യം തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിഗണനയല്ല. അതെല്ലാം വെറുതെ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കരുണാകരനും കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത, രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്ത ഈ സമയത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്തായിരുന്നു? എന്താണ് അവസ്ഥ? അന്നത്തെ പ്രതിപക്ഷത്തിന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. എത്രയോ അനുഭവങ്ങൾ തലശ്ശേരിയിൽ പോലും ഹരിദാസൻ ഉൾപ്പെടെ എത്ര ഓരോ സന്ദർഭത്തിലും ഈ മുഖ്യമന്ത്രിമാർ, ഈ ആഭ്യന്തര മന്ത്രിമാരെല്ലാം ഈ കാലഘട്ടങ്ങളിലെല്ലാം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ അന്നത്തെ ഭരണകക്ഷിയുടെ സ്വാധീനവും ഇടപെടലും വല്ലാതെ നിലയിലുണ്ട്. ഇപ്പൊ അങ്ങനെ ഇടപെടലില്ല, സ്വാധീനമില്ല. കോടിയേരിയുടെ ജനമൈത്രി പോലീസ് ക്ലിയർ ആയിരുന്നു. ആ ക്ലിയർ ആയ പോലീസാണ് ഈ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരാളല്ല, ഒരു പോലീസുകാരൻ. കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷൻ? 164 172 പോലീസ് സ്റ്റേഷൻ. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ സംഭവങ്ങളില്ലല്ലോ. മാത്രമല്ല, സുപ്രീം കോടതി തുറന്ന് CCTV ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വെക്കണം എന്ന് പറഞ്ഞു. ആത്മാർത്ഥമായി BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം CCTV വെച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരാണ് ആദ്യം കുറ്റവാളികളല്ല. അവിടുത്തെ കേരളത്തിലെ CCTV വെക്കാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് അടിക്കുന്നത്. ഇതൊന്നും വെക്കാത്ത സ്റ്റേഷനുകളിൽ കുറ്റകൃത്യങ്ങൾ പുറത്തു വരുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾ പുറത്തു വരുന്നില്ല. UP-യിലും ഈ കർണാടക തൊട്ടടുത്ത സംസ്ഥാനമല്ലേ, കോൺഗ്രസ് ഭരിക്കുന്നതല്ലേ, എത്ര കുറ്റകൃത്യ പുറത്തു വരുന്നത്. മാത്രമല്ല അഴിമതിയല്ലേ. ഇപ്പൊ ഞാൻ ഒരു വാഹനമായി പോയി, നമ്മൾ അതിർത്തി കടന്നു,
മൈസൂരിലേക്ക് പോവാണ്. എത്ര സ്ഥലത്താണ് കിമ്പളം നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത്? എന്തിനാ? ഒരു 10, 20, 50, 100 രൂപക്ക് ഈ കാര്യങ്ങൾ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടക്കുകയല്ലേ. കേരളത്തിൽ അങ്ങനത്തെ സാഹചര്യമുണ്ടോ? കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. അത് പൂർണ്ണമായി ഇല്ലാതാക്കുക. അങ്ങനെ അത്തരം ആളുകൾക്ക് ഈ സേനയിൽ സ്വാധീനം ഉണ്ടാവില്ല. അവരെ പിരിച്ചുവിടും, അവരെ പുറത്താക്കും. അച്ചടക്കം പീച്ചി നടന്ന ആ ഹോട്ടലിലെ ജീവനക്കാരുടെ അനുഭവത്തിൽ അവര് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം ചോദിച്ചു, 3 ലക്ഷം പോലീസിനാണ്, 2 ലക്ഷം അവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞത് ആരാന്ന്? ഈ കേസിനകത്ത് ഉമ്മൻചാണ്ടി ചെന്നിത്തലയുടെ കാലത്ത് ഇതെല്ലാം നടന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയും. ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലഘട്ടോ എന്നതല്ല വിഷയം എടുത്തത്. ഇവിടുത്തെ വിഷയം ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താ? നിങ്ങൾ 10 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ. ഇനി 5 വർഷം വീണ്ടും നിങ്ങൾ 10 വർഷം ആയിക്കോട്ടെ. നിങ്ങൾ ഇനി ഗവൺമെന്റ് വരും, ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾ വിളിച്ചാൽ നമുക്ക് പരാതിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാധ്യതയുണ്ടോ? സാധ്യതയാ. ഇന്നലെ നടത്തിയാലുണ്ടല്ലോ 110 സീറ്റിൽ നമ്മൾ അധികാരത്തിൽ വരും. അത് നമ്മൾ തീരുമാനിക്കും, നമ്മൾ തീരുമാനിക്കും. നിങ്ങളെ പോലെ ജനാധിപത്യ സ്വാതന്ത്ര്യം ജനാധിപത്യമുണ്ട്. കാണുന്നു ഒന്നിച്ചിട്ടാണ് അത് ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കും? ജനം മടുത്തു എന്ന് പറഞ്ഞു. 10 വർഷക്കാലം നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി നിങ്ങൾ ആലോചിക്കേണ്ടത് കോൺഗ്രസ് അധികാരത്തില്ല സംസ്ഥാനങ്ങളെല്ലാം നടക്കുന്ന സംഭവങ്ങൾ എന്താ? അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഭരണത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട സംഭവ വികാസങ്ങളെല്ലാം ഈ ഭരണത്തിന് ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വികാരമായി മാറും. പറയാം. ഇപ്പോ ശുചിത്വത്തിന്റെ ഒരു സംഭവം കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ചർച്ചപ്പെടുന്നത്? അങ്ങനത്തെ നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം അതിന് മുന്നേ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പറയാൻ ആൾക്ക് സാധിക്കുന്നില്ല, പറയാൻ ഭയപ്പാടുണ്ട്, ഭീഷണിയുണ്ട്, പാർട്ടിയിൽ നിന്ന് ഭീഷണിയുണ്ട്, പോലീസ് ഓഫീസർക്ക് നിന്ന് ഭീഷണിയുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള സാധ്യത ഇല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്, നിരപരാധികൾ ഒരുപാട് ആളുകളുണ്ട്. എത്രയോ ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിലെ പണ്ട് കാലങ്ങളിൽ സ്വാതന്ത്ര്യത്തോടു കൂടി പോയി പരാതി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിനകത്ത്. ഇന്നതില്ല. ഇന്ന് പോകുന്ന വാദി പ്രതിയാകുന്ന കാലഘട്ടത്തിലേക്ക് പോയി. പോലീസ് നിയന്ത്രണമില്ല. ഞാൻ നിങ്ങൾ ചോദിക്കുന്നു, ഇവരെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവരെ മുദ്രാവാക്യം എന്താ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബോംബ് കിട്ടുന്ന ബോംബുണ്ടാക്കുന്ന പാർട്ടിയാണ് ഇവര്. ഇപ്പോ ആളുകളെ അടിച്ചു കൊല്ലുമ്പോൾ, പ്രതിഷേധിക്കുന്ന ആളുകളെ തലക്കടിച്ചു കൊല്ലുമ്പോൾ ഇപ്പൊ പറയുന്നു അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഈ പോലീസിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആളും തയ്യാറാകുമ്പോൾ അത് പോലീസുകാർക്ക് പ്രോത്സാഹനമാണ്, നടപടിയില്ല. ഈ പറയുന്ന കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, പോലീസിനെതിരെയുള്ള ഇഷ്യൂസ് ഈ ഭരണത്തിൽ എങ്ങനെ ബാധിക്കും ശരിക്കും? ഞാനൊരു കാര്യം ഒന്നുകൂടി അതിനോട്ട് മുന്നേ 2005 ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് പാലക്കാട് വെച്ചിട്ട് ഒരു പാലക്കാട് പാർക്കിൽ ഒരു ആക്രി കച്ചവടം നടത്തുന്ന പാവപ്പെട്ട ഒരു ഉദയകുമാർ എന്നൊരു പ്രവർത്തകൻ, ഒരു സാധാരണ മനുഷ്യൻ, ആക്രി പെറുക്കി വിൽക്കുന്നവൻ, അയാള് ഒരു സമയത്ത് ഇപ്പൊ പാർക്കിൽ പോയിരുന്ന അകാരണമായി പിടിച്ചുകൊണ്ട് ഉരുട്ടിക്കൊല ചെയ്ത പാർട്ടിന്റെ ഭരണമായിരുന്നു UDF ഭരണമാ. അന്ന് കൂട്ടിയ അവർ 5 പേര് രക്ഷപ്പെട്ടു. അവരെ സംരക്ഷിക്കാൻ പോലീസ് സേനയിൽ നടന്ന എന്തൊക്കെ സാക്ഷിമൊഴി പറയാൻ പോലും കേന്ദ്രത്തിലെ കാര്യം പറയും. എന്തിനാണ് ഇവർക്ക് ചൂടാകുന്നത്?
അതിനകത്ത് രാജീവ് പറഞ്ഞത് നിങ്ങൾ ഈ കേരളം ഞങ്ങളെ കാണിച്ചുതരാം എങ്ങനെ വരണം ഞാൻ കാണിച്ചുതരാം ഞാൻ പറഞ്ഞുതരാം പൊതുസമൂഹത്തിന് നീതി കിട്ടുന്ന ഒരു സുവർണ കാലഘട്ടം വരാൻ പോകുന്നത് BJP-യുടെ ഭരണകാലത്തേക്ക് വരും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി വരും. BJP നോയിക്കൊണ്ടുകൊണ്ടെന്നറിഞ്ഞ ഇവരെ വെറുത്ത് ഈ സമൂഹത്തിന് രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് ഉദയകുമാറിന്റെ സംഭവം, സുജിത്തിന്റെ സംഭവം, ഈ പറയുന്ന പല ആളുകളുടെ സംഭവം എടുത്ത് പരിശോധിച്ചാൽ, വിനായകന്റെ സംഭവം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ഒന്ന് പറയട്ടെ, ഈ സംഭവത്തിന് മുന്നേ ഒരു സംഭവം ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ സംഭവം ഉണ്ടായല്ലോ 2016 ഫസൽ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സുധീഷ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം പിടിച്ചുകൊണ്ടേ ആ പിടിച്ച് CBI അന്വേഷിക്കുന്ന സമയത്താണ് CBI അന്വേഷണം നടക്കുമ്പോൾ ആ വിചാരണ ഞാൻ പറയാം ഇതിലേക്ക് പോകുന്നില്ല. സുധീഷ് ഞാൻ പറയാം അത് പുറത്തു വന്ന കേസാണല്ലോ. സുധീഷിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എങ്ങനെയാ കൈകാര്യം ചെയ്ത് ഏതാ റിട്ടയർഡ് DYSP-മാർ രണ്ടാളുണ്ടായിരുന്നല്ലോ, ഇന്ന് റിട്ടയർഡ് ആയല്ലോ അവര് കൈകാര്യം ചെയ്ത് കെട്ടിത്തൂക്കുക ചെയ്ത് മണിക്കൂറോളം കെട്ടിത്തൂക്കി തലതാടാക്കി കെട്ടിത്തൂക്കിയിട്ട് ആ സംഭവം പുറത്തു വന്നല്ലോ അല്ലെ. എന്നിട്ട് പോലും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു 3 മണിക്കൂർ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സമയം കൊടുത്തു. സത്യം നിന്നെ മാപ്പ് സാക്ഷിയാക്കാം, നിന്നെ വെറുതെ വിട്ടേരാ എന്ന് പറഞ്ഞു. ഓരോ കമന്റും അതിനകത്ത് ഹരിദാസ് ഒരു പ്രശ്നമുണ്ട്. വെളിപ്പെടുത്തലിനെ തുടർന്ന് പല കേസുകളിലും പുതിയ പ്രതികൾ വന്നിട്ടുണ്ട്. പ്രതികൾ വന്നു, അതുപോലെ പ്രതികൾ വന്നു. ഞാൻ പറഞ്ഞത് ഒരു ഏജൻസി അന്വേഷിക്കുമ്പോ ഒരിക്കലും മറ്റൊരു ഏജൻസി അന്വേഷിക്കാൻ ഒരു കോടതി പോലും ഉത്തരവിടാത്ത കാലഘട്ടത്തിൽ അതിനെ മറികടത്ത് അങ്ങനെയാണെങ്കിൽ ന്യൂമാഹി ഇരട്ടക്കൊല കേസിൽ പുതിയ പ്രതികൾ ആഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ചിറ്റാരിപ്പുറ അന്വേഷണ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന കേസിൽ അറിയുന്ന ഒരാളെന്നുള്ള വ്യക്തിയെ കെട്ടിത്തൂക്കി അല്ല ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ പോലീസ് നവീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ, ജനമൈത്രി പോലീസ്, സ്റ്റുഡന്റ് ഏറ്റവും നല്ല സംവിധാനം. പക്ഷെ ജനങ്ങളുടെ മനസ്സിനകത്ത് കേരളത്തിലെ LDF-ന്റെ പോലീസ് നയവും പോലീസ് സ്റ്റേഷനിൽ പരാതി തീർപ്പാക്കുന്ന നീതി നടപ്പിലാക്കുന്ന നിലയിലുള്ള ആ സംവിധാനം ഉള്ളത്. അതിൽ കുറെ പോരായ്മകളുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ സമയം തീരുകയാണ്. ഷൈജൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ രാജീവ് കൃത്യമായിട്ട് വന്നത് എന്താണ്? കൊലമൈത്രി പോലീസ്. ഹരിദാസ് പറയുന്ന ഒരാൾക്ക് അടുക്കാൻ കഴിയില്ലെന്നാ പരാതിയായിട്ട്. പക്ഷെ പോലീസ് ഒന്ന് ചിന്തിക്കണം, ഈ പണി ഇങ്ങനെയാണോ? കേരളത്തിലെ ഇത്രയും ഉയർന്ന ബോധമുള്ള ഇത്ര ഏറെ സംസ്കാര സമ്പന്നമായ നാട്ടിൽ ആ ഒരുത്തരെയൊക്കെ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10-12 പേര് പോലീസുകാർ നിങ്ങളുടെ ഒരു സാമ്രാജ്യത്തിലിട്ട് ചവിട്ടി അവൻ്റെ ചെവി അടിച്ച് തകർത്ത് അവരെ ആക്രമിക്കുന്ന പോലീസുകാർ ഒന്ന് ചിന്തിക്കണം, നിങ്ങളെ നാട്ടുകാരുടെ കയ്യിൽ ഒറ്റക്ക് ഇങ്ങനെ കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന പോലീസുകാർ ഒന്ന് ആലോചിക്കുക, നിങ്ങളും ഇതുപോലെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ചെന്നുപെട്ടും. അന്നേരം നിങ്ങളെയും ജനം ഇതുപോലെ കൈകാര്യം ചെയ്യും. സേനയുടെ സംരക്ഷണമില്ലാത്ത ഒരു കാലം നിങ്ങൾക്കും വരും എന്ന് നിങ്ങൾ ഓർക്കണം. അനീതി പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന ക്യാമറയുടെ രൂപത്തിലും മൊബൈൽ ഫോണിൻ്റെ രൂപത്തിലും പെൻ ക്യാമറയുടെ രൂപത്തിലും നിങ്ങളെ പിന്തുടരാൻ ഈ ലോകത്ത് നീതിയും നിയമവും സത്യവും ജനങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 നേതാക്കൾക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.